ഉലകമകാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമകാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മകൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മകൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളെ സുധാതൽ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുധാതൽ ജീവിക്കുന്നതിനാൽ ജയഗീതം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ പകലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-24 തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിന് ശിശുസുന്ദരൻ എന്ന അമ്മയപ്പന്മാർ പറഞ്ഞു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവർ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാവത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മതി. മോശയുടെ ജനനം, അവന്റെ മാതാവ് പിതാവ് അവനിലൊരു പ്രത്യേകതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് രാജകൽപ്പന ഭയപ്പെടാതെ 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. അടുത്ത ഭാഗം പറയുന്നത്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഒരു വിവരമില്ലാത്തവൻ. വിവരദോഷി. കിട്ടിയ ഒരു നന്മ എന്തു ചെയ്തു? കളഞ്ഞു കുടിച്ചു. ഇവനേക്കാൾ മോശക്കാരൻ വേറെ ആരാ ഉള്ളത്? ദൈവമായുള്ള ബന്ധത്തിൽ അവൻ തിരഞ്ഞെടുപ്പ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കടലിൽ നിന്ന് പിടിച്ചുകൊടുന്ന് മത്സ്യം നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ കടലിലെ വെള്ളത്തിന് ഉപ്പുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഉപ്പ് ചേർത്ത് കറി വെക്കണം. കടൽ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലാണ് കിടക്കുന്ന സാധനം, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തില്ല എന്നതുപോലെ പാപം ഇഷ്ടം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത് മോശ കിടക്കുകയാണ്, പക്ഷെ അവനിൽ എന്ത് കയറിയില്ല? സ്തോത്രം. ഇത് വാസ്തവത്തിൽ ഇന്നുള്ള തലമുറകൾക്കൊരു മാതൃകയാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കാനും അതിനെക്കുറിച്ച് പറയാനൊന്നും ആളുകൾക്ക് നേരമില്ല. അതിനൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുക, എന്തൊക്കെയോ നേടാൻ വേണ്ടി. കർത്താവ് വന്നാൽ പോകുമെന്നുള്ളത് തമ്പുരാനറിയാം. സ്തോത്രം.
നല്ലൊരു ശതമാനം പോകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേദനയുണ്ട്, എന്തു ചെയ്യാൻ പറ്റും? ദൈവിക ബന്ധം എന്ന് പറയുന്നത് വെറും അതരം കൊണ്ട് പറയുന്ന ഒരു ജൽപ്പനമല്ല. വ്യക്തിപരമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ആത്മബന്ധമാണ് യഥാർത്ഥമായ ദൈവിക ബന്ധം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സംഭവമൊക്കെ ശരിയാണ്. ഇന്ന് രാവിലെ ശരീരത്തിന് അല്പമല്ലാത്ത പ്രയാസമുണ്ട്. പല നിലകളിലുള്ള ചിന്ത മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അതിനെ തരണം ചെയ്യുവാൻ കൃപയാൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ചൊവ്വേ നേരെ നിവർന്നു നിൽക്കാൻ വേണ്ടതുപോലെ കഴിയാത്തത് കൊണ്ടാണ് താങ്ങ് കൊടുത്ത് നിൽക്കുന്നത്. ഇവിടെ മോശയുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ ദൈവം അവനെ മുൻകണ്ടതായ ആ അനുഭവങ്ങളെ നമ്മൾ വായിച്ച് ധ്യാനിച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതി കൃത്യമായിട്ട് ദൈവത്തിനുണ്ട്. പലപ്പോഴും ആ പദ്ധതി നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പരാജയം. അവന് വേണമെങ്കിൽ ആ ഭവനത്തിൽ ശാന്തനായി അവർ പറയുന്നതനുസരിച്ച് മുൻപോട്ട് പോകാമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നവൻ എന്തു ചെയ്തു? നിരസിച്ചു. അതിൽ കൂടുതൽ ആ കാലത്തില് കിട്ടുന്ന പദവി എന്താ? അത്രയും അനുഗ്രഹിക്കപ്പെട്ടതായ പദവി വേറെ എവിടുന്ന് കിട്ടും? സമ്പത്തിന് സമ്പത്ത്, സുഖ സൗകര്യങ്ങൾക്ക് ഏത് നിലയിൽ വേണമെങ്കിലും സുഖിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. അത് അവൻ്റെ സ്വയമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. ആരും അവനെ നിർബന്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ അവൻ്റെ മാതാവ് പറഞ്ഞു കാണും, മോനെ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതൊരുപക്ഷെ മാതാവ് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യതകളുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ മോശമായ സാഹചര്യത്തിൽ വളർന്ന രണ്ട് ബാലകന്മാരാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന് മോശയാണ്, ഒന്ന് ശൗമേലാണ്. ശൗമേലിന്റെ പ്രത്യേകത, വിളക്ക് കെടുന്നതിന് മുൻപ് അവൻ പെട്ടകത്തിന്റെ അരിയിൽ പോയി എന്ത് ചെയ്യും? വിളക്ക് കെട്ട് കഴിഞ്ഞ പിന്നെ പരിപാടി വേറെയാണ്. അവൻ ആ പരിപാടിക്ക് എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. എന്നാ ഒന്ന് കാണാം എന്താ പരിപാടി എന്ന്. അതാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെയ്യരുതെന്ന് പറയുന്നത്. ഒന്ന് കണ്ടു കളയാം, എങ്ങനെയാണെന്നൊന്ന് അറിയാലോ. ഒന്ന് കാണാം. ഈ ഒരു ചിന്തയും ഈ ഒരു ആഗ്രഹവും മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. പക്ഷേ ശൗമേലിനെ സംബന്ധിച്ചിടത്തോളം വിളക്ക് കെടാൻ താമസം അവൻ പെട്ടകത്തിന്റെ അരിയിൽ പോയി എന്ത് ചെയ്യും? അവന് ലോകമായിട്ട് എന്തില്ല? അവനൊരു ബന്ധവും ഇല്ല. അവന് കാണണമെന്നോ കേൾക്കണമെന്നോ അറിയണമെന്നോ ആഗ്രഹമില്ല. പക്ഷേ ആഗ്രഹമില്ലാതെ കിടന്നപ്പോൾ അവന്റെ അടുക്കൽ ഉടമസ്ഥൻ വന്ന് നടക്കുന്ന സംഭവം വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു, മോനെ ഇവിടെ നടക്കുന്ന സംഭവം ഇന്നതാണ്. സ്തോത്രം.
ദൈവിക ബന്ധത്തിൽ ശാന്തനായി യാത്ര ചെയ്യുന്ന ശൗമേൽ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിളക്ക് കെടുന്നതിന് മുൻപ് അവൻ പോയി എന്ത് ചെയ്യും? പെട്ടകത്തിനരികിൽ കിടന്നുറങ്ങും. അവൻ അധികം പ്രായം കാണാൻ വഴിയില്ല. ബാലകനായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ഒരു 10-15 വയസ്സിന് ഉള്ളിലാകാനാണ് സാധ്യത. പ്രായോടെ എഴുതിയിട്ടില്ല. പക്ഷെ ആ ചെറുപ്രായത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് ശൗമേൽ. നമ്മൾ ആ ഭാഗം വായിച്ച് ധ്യാനിച്ചാൽ വിശ്വസ്ത പ്രവാചകൻ, അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്കുപോലും നിഷ്ഫലമായില്ല. അതൊക്കെ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ശൗമേൽ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഇന്ന് ആളുകൾ മുഴുവൻ പഠിക്കേണ്ട കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ശൗമേൽ അപ്പച്ചൻ ഏത് കോളേജിലാണ് പഠിച്ച്? ഒരു കോളേജിലവൻ പഠിച്ചില്ല. അവൻ്റെ കോളേജ് ദൈവസന്നിധിയായിരുന്നു. സ്തോത്രം. മോശ മിസ്രൈമിലെ സകല വിദ്യയും അഭ്യസിച്ചാനാ. അവൻ മിടുക്കനാ. പക്ഷെ അവൻ്റെ പരിപാടിയൊന്നും നടക്കാതെ വരുത്തിയത് 40 വർഷം കൊണ്ടുപോയിട്ട് ശരിക്കും അങ്ങോട്ട് എന്ത് ചെയ്തു? ആടുകൾ മേയ്ക്കാനായിട്ട്. 40 വർഷം സഹിച്ചത് ചെറുതല്ല. ആടുകളുടെ സ്വഭാവം, ഞാൻ ആടുകൾ നോക്കിയിട്ടില്ല, പക്ഷേ ആടുകൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരെണ്ണത്തിന് ഇതിൽ വിട്ട് കഴിഞ്ഞാൽ മറ്റത് മറ്റേ വഴി കൂടെ പോകും. അപ്പോഴത്തേക്കും വേറൊരു ചാടി മതിലിൻ്റെ മണ്ടേ കയറും. അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അടിക്കാനായിട്ട് പറ്റുമില്ല, അനുസരിക്കാനായിട്ട് തയ്യാറുമല്ല. അങ്ങനൊരു സാധനമാണ് ഈ ആട്. അപ്പോൾ അതിന് ഒരു 10-2000 ആടുണ്ടെങ്കിൽ തീർന്ന് കച്ചവടം. കാണാൻ വഴിയുണ്ട്, 10-2000 ആട് കാണാൻ വഴിയുണ്ട്, അതിൽ കൂടുതൽ കാണാനേ വഴിയുള്ളൂ. അപ്പം ഈ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത് അവനെ തമ്പുരാൻ ശരിക്കും എന്ത് ചെയ്തു? അവൻ്റെ സ്വഭാവത്തെ മെരുക്കിയെടുത്തു. കാരണം അവന് സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മിസ്രയീമിനും ഒരു യഹൂദനും തമ്മിൽ ചണ്ടയിടുന്നത് കണ്ട് അപ്പുറത്തേക്ക് നോക്കി. ആരുമില്ലത് കൊണ്ട് കഴിഞ്ഞപ്പോൾ കൊടുത്തോരണം. മണലെന്ത് ചെയ്തു? അവരെ കുഴിച്ചു വിട്ടു. ഒറ്റടി. കാരണം അവൻ മിസ്രൈമിലെ സകല വിദ്യയും പഠിച്ചവനാ. ശരിക്ക് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ പഠിച്ചത് ശരിക്കൊന്നും എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയൊന്ന് ഒറ്റിയാൽ മതി, അവിടെ പടഞ്ഞു വീഴും. അങ്ങനെ മർമ്മസ്ഥലം നമ്മുടെ ശരീരത്തുണ്ടെന്നാണ് പറയുന്നത്. കാലേബ് പറയുന്നുണ്ടല്ലോ, അന്നുണ്ടായിരുന്ന ഇന്നും ഉണ്ടെന്ന് അവൻ പറയണേ. ആര്? കാലേബ്. ആ മല ഇങ്ങോട്ട് തരാൻ, അവിടെ അന്യായക്കാരുണ്ടെന്ന് എനിക്കറിയാമെന്ന് ഇങ്ങോട്ട് തരാനാ പറയണേ യോശുവോട്. അവൻ്റെ ഉശിരി കാണണം, ഇങ്ങോട്ട് തരാനാ പറയണത്. അവൻ്റെ കാലേബിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്, ആ ഉശിരി എന്ന് പറയുന്നത് ചെറുതല്ല. അതൊരു പ്രത്യേക സ്വഭാവം തന്നെയാണ്. അതെനിക്ക് താഴെ അവിടെ ഇന്നലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാന്ന്. അപ്പം ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകുമ്പോൾ നമ്മൾ അറിയാത്ത, ഇപ്പം ഇന്നലെ നമ്മൾ ഓർത്തല്ലോ യിരെമ്യാ പ്രവാചകൻ 41-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ എന്തു ചെയ്യും? നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത് ദൈവിക വാഗ്ദത്തമാണ്. ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് അത് പ്രാപിപ്പാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പലപ്പോഴും പ്രശ്നം പറ്റുന്നത് നമ്മുടെ ചിന്ത എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പതറിപ്പോകും. കാരണം മനുഷ്യനാണ്. പിന്നെ ഏതെങ്കിലും പോരാട്ടം പിടിച്ച അടുത്തുണ്ടെങ്കിൽ തീർന്നു കച്ചവടം. അതിനും മിടുക്കന്മാരാണ് യഹൂദപാലന്മാർ. അവര് സകലെണ്ണവും ചുറ്റും വന്ന്
ചെകിട്ടിൽ മൂട്ട പോയതുപോലെ പുറന്നനെ പറഞ്ഞു കാണാം. പക്ഷെ അവരെടുത്ത തീരുമാനത്തിൽ നിന്ന് ഇതില്ല, വ്യതിചലിച്ചില്ല. അപ്പൊ ദൈവമായുള്ള ഒരു ബന്ധം, നമ്മുടെ ഹൃദയത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം, അതുകൊണ്ടാണ് യോശുവയോട് പറയുന്നത് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കണം. വേദപുസ്തകം അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം, ചില തൻ്റെ ഇടം വേണം. വഴക്കുണ്ടാക്കാനല്ല, വേദപുസ്തകത്തിലെ വചനം അനുസരിക്കുക. വഴക്കുണ്ടാക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ട്. വേണമെങ്കിൽ തുണിയും കയറ്റി കുത്തി എന്തടാ ഏതടാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യൂ? അതിപ്പോഴും പെന്തക്കോസ്തുകാർ ചിലർ ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? സ്തോത്രം. അതിൻ്റെ അർത്ഥം ചത്തട്ടില്ല എന്നാണ് പറയുന്നത്. ശാന്തമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് കമ്മിറ്റി വരണം, കമ്മിറ്റിയിലാണ് ആ വീര്യം വരുന്നത്. സ്തോത്രം. ഞായറാഴ്ച ആരാധനയ്ക്ക് ഇരുന്ന് അന്യഭാഷയിൽ ആരാധിച്ചവനായിരിക്കും. കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ആരാണെന്ന് എനിക്കറിയാമോ? കയ്യൊക്കെ ചുരുട്ടിയിട്ട് തീരുന്നു. അത് ഏത് ആത്മാവാന്നറിയാൻ വയ്യ. അങ്ങനെ ഒരു ബന്ധമല്ല ദൈവിക ബന്ധം. നിർമ്മലതയോടുകൂടെ, വിശ്വസ്തയോടുകൂടെ. ഇപ്പം മോശ തിരഞ്ഞെടുത്തതായ തിരഞ്ഞെടുപ്പ് മാനുഷിക ചിന്തകൾ വെച്ച് നോക്കിയാൽ അവിടെ പറയുന്ന ചില വാക്കുകളുണ്ട്. 25-ാം വാക്യം. അപ്പൊ അവൻ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്താൽ എനിക്ക് എന്തു ലഭിക്കും? ഫറവോന്റെ പുത്രിയുടെ മകനായി മുന്നോട്ട് പോയാൽ എനിക്ക് എന്ത് ലഭിക്കും? ഇത് രണ്ടും കൂടെ ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് താരതമ്യം ചെയ്തു. മിടുക്കനാവൻ. വാസ്തവം പറഞ്ഞാല് മോശം മിടുക്കനാ. കാര്യം ഒക്കെ ഒന്ന് കണക്ക് കൂട്ടി മുന്നോട്ടും പുറകോട്ടൊക്കെ എന്ത് ചെയ്തു? ഇത് താൽക്കാലികമായുള്ളത് അവനങ്ങ് വേണ്ടെന്ന് വെച്ചു. നിലനിൽക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. ഇന്ന് ആളുകൾ താൽക്കാലികമായതിന്റെ പുറകെയാണ് ഓടുന്നത്. നിലനിൽക്കുന്നതിന് പ്രാധാന്യത ഇല്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ആരത് അനുഭവിക്കുക എന്നുള്ളത് അറിയില്ല. അത് തമ്പുരാനെ അറിയുള്ളൂ, എനിക്കും അറിയില്ല. നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലാണ് എന്ന് മാറ്റമില്ലാത്ത വചനം പറയുന്നുണ്ട്. ഉയരത്തിലുള്ള ചിന്തിക്കാനാണ് പൗലോസ് പറയുന്നത്. അത് ചിന്തിക്കാൻ അതിന് നേരം വേണ്ടേ? സ്തോത്രം. എന്നാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ ഭൂമിയിലുള്ളത് ചെറുതായി തോന്നും. ഇവിടെ സൗകര്യങ്ങൾ വേണം, ആവശ്യമാണ്. പക്ഷെ അതല്ല വലുത്. വലുതെന്ന് പറയുന്നത് ദൈവമായുള്ള ആ ബന്ധമാണ് വലുത്. സ്തോത്രം. അങ്ങനെ ഒരു നിലവാരത്തിൽ ദൈവിക ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ദൈവാത്മാവ് പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. ഇതിപ്പം മോശ സ്വയമായിട്ടെടുത്തൊരു തീരുമാനമായിരിക്കില്ല ഇത്. അവന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ട് കാണും. മോനെ, ഇത് കാണുന്നത് മുഴുവൻ താൽക്കാലികമാണ്. നിലനിൽക്കുന്ന, വേദപുസ്തകത്തിൽ പറയുന്നല്ലോ, അബ്രഹാം ശില്പിയായി നിർമ്മിച്ചതായ അടിസ്ഥാനമുള്ള നഗരത്തിനായി അവൻ കാത്തിരുന്നു. അത് കാരണം കൊണ്ട് ഇവിടെയുള്ളത് അവനൊന്നും വലിയ വില കൽപ്പിച്ചില്ല. പക്ഷെ ലോത്ത് അതല്ല. അവനെന്ത് ചെയ്തു? ഭവനം പണിതു, കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ പ്രമാണിയായിട്ട് നടക്കുക. അപ്പൊ നോട്ടത്തിൽ വ്യത്യാസം വന്നാൽ പ്രവൃത്തിയിൽ വ്യത്യാസം വരും. വിലപ്പെട്ടതാണത്. ഇവിടെ മോശ ഒരു താരതമ്യ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെ താൽക്കാലികമാണ്. സ്തോത്രം. ഇന്നും യഥാർത്ഥത്തിൽ മിസ്രൈം എന്ന് പറയുന്ന ദേശം, ഈജിപ്റ്റ് അത്യാവശ്യം സമ്പന്ന രാജ്യമാണ്.
കുഴപ്പമൊന്നുമില്ല. അവിടെ ഫറവോൻ മോശ പോകുന്നില്ലായിരുന്നെങ്കിൽ അവനൊരു പിരമിഡ് കിട്ടിയേനെ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനമാണ്, ആ തീരുമാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അവന്റെ മുൻപിൽ ചോയ്സ് ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെയും മുൻപിൽ നമുക്ക് യോഗ്യമായ പല ചോയ്സും നമ്മുടെയും മുൻപിലുണ്ട്. എന്നാൽ ആ തീരുമാനം, നമ്മൾ എടുക്കുന്നതായ തീരുമാനമാണ് വിലപ്പെട്ടത്. അത് ഇന്ന് വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പം മോശയെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നുള്ള മോശയ്ക്ക് അറിയായിരുന്നോ? മോശയ്ക്ക് അറിയില്ലായിരിക്കാം, അറിയാൻ വഴിയില്ല. പക്ഷേ വളരെ കൃത്യമായി അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ പഴയ നിയമത്തിനേക്കാളും വ്യക്തമായിട്ട് പുതിയ നിയമത്തിലാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിനോട് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോനെ, ഇന്നാണ് കാര്യം. മോശ തൻ്റെ ജീവിതയാത്രയിൽ അവൻ തിരഞ്ഞെടുത്തതായ തിരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവനെ അടക്കിയത് എവിടെയാണെന്ന് ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിന് തയ്യാറാകുമ്പോൾ, ഇപ്പം അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, അബ്രഹാം ഒരു പൊട്ടനെ പോലെ ഇറങ്ങി തിരിച്ചവനാണ്. പക്ഷെ അവനെക്കുറിച്ച് പറയുന്നത് എന്താ? ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി എന്ത് ചെയ്തു? അതവൻ ആത്മാവിൽ കണ്ടു. അല്ല, ആത്മാവിൽ അത് കണ്ടെന്ന്. സ്തേഫാനോസ് കല്ലേറ് കൊള്ളുമ്പോ അവൻ ഇവിടെ ഭൂമിയിൽ നിന്നിട്ട് സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവ് വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവൻ കാണുക. എന്താ ഈ പറയുന്നേ? അപ്പൊ അബ്രഹാമിന്റെ വിഷയത്തിൽ അതിശയം വിചാരിക്കാനില്ല. ഇനിയിപ്പോ മോശയുടെ വിഷയത്തിൽ അതിശയം വിചാരിക്കാനില്ല. സ്തേഫാനോസ് അതിന് ചിത്രമാ. ഈ ഭൂമിയിൽ വെച്ച് വേദന സഹിക്കുന്ന സമയത്താണ് ഒന്നാം രക്തസാക്ഷി കയറി വേടാ മോനെ ഞാനവിടെ ഉണ്ടാന്ന്. എന്താ അവനൊരു പ്രൗഢിയോട് കൂടിയായിരിക്കും കയറി പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം. ഇപ്പൊ മോശയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 120 വയസ്സ് വരെ അവന്റെ കണ്ണ് മങ്ങിയില്ല, ദേഹബലം ക്ഷയിച്ചില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവൻ ദൈവിക സാന്നിധ്യത്തിലായിരുന്നു. 40 വർഷം വാസ്തവമായിട്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവൻ യാത്ര ചെയ്തേ. ആ ഒരു തെറ്റൊടിച്ച് വേറെ ഒരു തെറ്റ് അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി, ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനാണ് മോശ. ദൈവമായുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകണ്ടേ. ദൈവിക ബന്ധം വെറും തോന്നലല്ല. ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്ന ഇടപെടൽ അത് തിരസ്കരിക്കാതെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് പ്രധാനമായുള്ള വസ്തുത. ഇതൊരു സംഘർഷമാണ്. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം? ശരിക്കൊരു സംഘർഷം മോശയുടെ ജീവിതത്തിൽ മോശ അനുഭവിച്ചിട്ടുണ്ട്. ചുമ്മാ തെരഞ്ഞെടുപ്പ് നടത്തിയതല്ല. വേണോ വേണ്ടേ? അങ്ങനെ ചെയ്താൽ എങ്ങനെയാകും? 100 ചോദ്യങ്ങൾ പിശാച് കൊണ്ടുവന്ന് അവൻ്റെ തലയിട്ടിട്ട് വേണം. നമ്മളോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. നാളെയെക്കുറിച്ചുള്ള ചിന്തയാണല്ലോ പലതും ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. മുൻപോട്ട് സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ക്രിസ്തീയ ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്.
അതിനേക്കാളും ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും കുറെ കൂടെ ആഴമുള്ളതാണ് ദൈവമായുള്ള ബന്ധം. അത് നിലനിൽക്കുന്നതാണ്, അത് നിത്യത മുഴുവനുള്ളതാണ്. ഈ ഭൂമിയിലുള്ളത് താൽക്കാലികമാണ്. അതാണ് ഒരു വചനം പറയുന്നത്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ. വചനമൊക്കെ ഉണ്ട്, ശരിയാ, അത് വായിക്കും, അതും ശരിയാ. പക്ഷെ ഇത് താൽക്കാലികമാണെന്ന് താൽക്കാലികമാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റണ്ടേ? ഇത് പറ്റണ്ടേ? ഇത് പറ്റുന്നില്ലെന്നേ. അതാണ് പ്രശ്നം. ഇത് താൽക്കാലികമാണെന്നുള്ളതൊക്കെ ശരിയാ, എന്നാൽ വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന പൊട്ടന്മാരുണ്ട്. കൃപയാൽ ആ ദൈവ സാന്നിധ്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ ദൈവം പകർന്നിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള മാധ്യമം. പക്ഷെ ആ പരിശുദ്ധ ആത്മാവ് നൽകുന്ന ഗൈഡൻസ് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അവിടെയാണ് ചിലപ്പം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം മറുപടി തരുമോ? തരും, അതുറപ്പാണ്. യാചിപ്പിൻ എന്നാൽ കിട്ടും. പണം കിട്ടുന്ന കാര്യം മാത്രമല്ല, ആളുകൾ അത് മാത്രമേ അറിയുന്നുള്ളൂ. യാചിക്കാൻ തയ്യാറെങ്കിൽ, ആഗ്രഹിക്കാൻ തയ്യാറെങ്കിൽ, ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുകയാണ്. ദൈവകൃപയുടെ മറവിൽ നമ്മളെല്ലാവരും മറയുവാൻ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കണം, പ്രാർത്ഥനയോടെ. ആരുടെയും ജീവിതത്തിൽ അശ്രദ്ധയുണ്ടാകരുത്, ശ്രദ്ധിക്കണം. ശത്രുവായവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുക. ആ ശത്രുവിൻ്റെ പദ്ധതികളെ തച്ചുടച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കതായ ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അത് ജ്വലിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നത് കേൾക്കുവാനും അതനുസരിക്കുവാനും ഒരു മനസ്സുണ്ടാകണം. ദൈവാത്മാവ് പറയുന്ന തീരുമാനം അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ച് ഇങ്ങനെ ആയാൽ എന്നാ കുഴപ്പം എന്ന് ചോദിക്കാതെ അനുസരിക്കാനുള്ളൊരു മനസ്സിനുടമകളായി മാറട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. മോശ സ്വയമായി തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. വേദനകളും പ്രയാസങ്ങളും ഉണ്ടായോ? ഉണ്ടായി. നമ്മൾ ആ മോശയുടെ ചിന്തകളൊക്കെ ചിന്തിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ സഹോദരനും സഹോദരിയും അവനെതിരെ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തമ്പുരാൻ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ അങ്ങ് വാതിൽക്കൽ ഇറങ്ങി അങ്ങ് വന്നു. അഹരോനെയും മോശയെയും മിരിയാമിനെയും വിളിച്ചു. പരാതി മോശ പറഞ്ഞില്ല, അവനെതിരായി ചില കാര്യങ്ങൾ സഹോദരനും സഹോദരിയും പറഞ്ഞപ്പോൾ ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് മറുപടി നൽകുന്നത് കാണുവാൻ കഴിയും. വിശ്വസ്തയോടുകൂടെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവ പൈതലേ, നീ മറ്റു കാര്യങ്ങൾ ചിന്തിച്ച് ആടി ഉലയണ്ട. ദൈവത്തോട് ചേർന്ന് നിൽക്ക. നിനക്ക് എതിരായി ഉയരുന്ന ശബ്ദത്തെ, നിനക്കെതിരായി ഉയരുന്ന ശത്രുവിന്റെ പദ്ധതികളെ തച്ചുടപ്പാൻ തക്കവണ്ണം മതിയായ ഒരു ദൈവ കൃപയുടെ വ്യാപാരം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് മറന്നു പോകരുത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തിയോട്, ശത്രുവിന്റെ പദ്ധതികളോട്, പ്രവർത്തന രീതികളോട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൽപ്പിക്കുകയാ. പിശാചേ,
നിന്റെ പദ്ധതികൾക്ക് വിരാമമിട്ട് കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സഭയ്ക്കകത്തു നിന്ന് മാറിപ്പോകുവാൻ ഇന്ന് പകൽ നിന്നോട് കൽപ്പിക്കുകയോ വിടവോ. പരിശുദ്ധനെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഒന്നും കൂടെ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടും മഹത്വം കർത്താവ് എടുക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ക്രിസ്തുയേശു നാമത്തിൽ തന്നെ. ആമേൻ.